നോമ്പിന് എല്ലാ ദിവസങ്ങളും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വിഭവം തന്നെയാണ് നമ്മളുടെ തരി കാച്ചിയത് അല്ലെങ്കിൽ റവക്കഞ്ഞി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ചേർത്തിട്ടാണ് മിക്കവാറും തരി കാച്ചാറുള്ളത്. അപ്പോൾ നമ്മൾ ഷുഗർ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ റവ കാച്ചാമെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൊരു വിഭവമാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പാനിലേക്ക്. അതൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്തത് വേണ്ട, ഒരു ഇച്ചിരി പഴുപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നെയ്യിൽ വാട്ടിയെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വല്ലാതെ പഴുത്ത് ഉടയാത്ത പഴം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് നമ്മുടെ പഴം മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, ഒട്ടും പ്രശ്നമില്ല. പക്ഷേ നേന്ത്രപ്പഴം കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും നമ്മളുടെ ഈ തരിക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നമ്മൾ നെയ്യിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും നെയ്യ് പോരാ, കുറച്ചുകൂടി നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം, ഒരെട്ടെണ്ണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂസും കൂടി വേണം. അപ്പോൾ ഇപ്പം തന്നെ ചേർക്കണില്ല, ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മാത്രം കാഷ്യൂസ് ചേർക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കാഷ്യൂനട്ട് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 കാഷ്യൂസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് കാഷ്യൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ 500 ml പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടിയിട്ട് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രമാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളി ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ തരിക്കഞ്ഞിയിലത്തെ പ്രധാനപ്പെട്ട ഫ്ലേവർ തരുന്ന സംഭവങ്ങളാണ് നമ്മളുടെ ഉള്ളി മൂപ്പിച്ചതൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ ശർക്കര പാനിയാണ് ചേർക്കുന്നത്, ഒരു 1/2 കപ്പ് അളവിൽ. ഞാനിപ്പോൾ ഒരു അച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം മധുരം തന്നെയാണ് ഉണ്ടാവുക ഇങ്ങനെ ശർക്കര ചേർത്താൽ. പിന്നെ നമുക്ക് റവ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് നമ്മൾ ചേർക്കുന്നത്. റവ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ പാലിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ റവ ഒരു പൊസിഷനിൽ മാത്രം വീണ് കഴിഞ്ഞാൽ കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, റവ കുക്കായിട്ട് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റവ ചേർക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് റവ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് പാലിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക, ഫുൾ ഫ്ലെയിം തന്നെ വെച്ചിട്ട്. അതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു മിനിറ്റോ 2 മിനിറ്റോ സമയം കൊണ്ട് തന്നെ നമ്മളുടെ തരി കാച്ചിയത് റെഡി ആയിട്ടിരിക്കും കേട്ടോ. അത്യാവശ്യം ഇത്തിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തരി കാച്ചിയത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തന്നെ നെയ്യിൽ വാട്ടി വെച്ച് നമ്മളുടെ നേന്ത്രപ്പഴവും കൂട്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സൂപ്പർ സിമ്പിളായിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ തരി കാച്ചിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മളുടെ പഞ്ചസാര ചേർത്ത തരി കാച്ചിയതിൽ നിന്നും അത്ര വലിയ വ്യത്യാസമൊന്നും ഇല്ല ടേസ്റ്റിന്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴമൊക്കെ ചേർക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മളുടെ കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമായി തന്നെ കിട്ടും. ഇനി ഏലക്കാപ്പൊടി വേണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.